പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ദേവ, വീടെത്തി, ഇറങ്ങ്. വീട്ടിലെത്തിയിട്ടും ഇറങ്ങാതെ എന്തോ ആലോചിച്ചിരിക്കുന്ന മിത്രയുടെ അടുത്തേക്ക് വന്ന് ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് ഡേവിഡ് പറഞ്ഞു, ഇച്ചായ എന്നെ എടുക്കുവോ? എന്താണെന്ന് അറിയില്ല, തല മിന്നുന്നു, അപ്പം ബോഡിക്കൊക്കെ നല്ല പെയിന്. മിത്ര പതിയെ കാറിൽ നിറങ്ങി ഇല്ലാത്ത വേദനയൊക്കെ ഉണ്ടാക്കി പറഞ്ഞതും ഡേവിഡ് മിത്രയൊന്ന് അടിമുടി നോക്കി. പിന്നെ അവളെ കയ്യിൽ കോരിയെടുത്ത് ഉള്ളിലേക്ക് കയറിയതും മിത്ര ഉള്ളിലുള്ള സന്തോഷം പുറത്ത് കാണിക്കാതെ അവശതയൊക്കെ അഭിനയിച്ച് ഡേവിഡിന് നെഞ്ചിൽ തലപിച്ച് കിടന്നു. മിത്രയെ എടുത്തുകൊണ്ട് തന്നെ ഡേവിഡ് വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി. നീ ഇവിടെ ഇരിക്ക്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. മിത്രയെ റൂമിൽ ബെഡിലിരുത്തി അതും പറഞ്ഞ് ഡേവിഡ് തിരിഞ്ഞു നടന്നതും അതിനു മുമ്പായി ഡേവിഡിന്റെ ഇടത് കൈയിൽ മിത്ര പിടിച്ചു നിർത്തിയിരുന്നു. ഡേവിഡ് എന്താ അർത്ഥത്തിൽ തിരിഞ്ഞ് മിത്രയെ നോക്കി. ഞാനൊരു ബുദ്ധിമുട്ടയച്ചായന്? മിത്രയുടെ ചോദ്യം കേട്ടത് ഡേവിഡ് അവളെ ദേഷ്യത്തിൽ നോക്കി. അത് കണ്ടിട്ട് പിന്മാറാൻ മിത്ര തയ്യാറല്ലായിരുന്നു. പാറ ചായ, ഈ ചായ ഞാൻ ബുദ്ധിമുട്ടായോ? എനിക്ക് നീ ഒരു ബുദ്ധിമുട്ടല്ല ദേവ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മിത്രയുടെ ചോദ്യം കേട്ട് ഉള്ളിൽ നുറഞ്ഞു വന്ന അമർഷം മടക്കുന്നത് ഡേവിഡ് മിത്രയോട് പറഞ്ഞു. പിന്നെന്താ എന്നോട് മാത്രം എങ്ങനെ പെരുമാറുന്നത്? എനിക്ക് ശരിക്കും ചായനെ ഇഷ്ടം, അതിൻ്റെ ചായ മനസ്സിലാക്കാത്തത്. ഈ ചായന് ഇത്രയും പോലും ഇഷ്ടമല്ല എന്നോട്? മിത്ര ഡേവിഡിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും ഡേവിഡ് ഒന്ന് ശ്വാസം വലിച്ചു വിട്ട് അവളുടെ അടുത്തേക്ക് ഇരുന്നു. ദേവ, ഈ ഇഷ്ടമൊക്കെ നിന്റെ പക്വതയില്ലാത്ത പ്രായത്തിൽ തോന്നുന്നതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ആവശ്യത്തിന് പക്വതയൊക്കെ എനിക്കുണ്ട്. എൻ്റെത് വെറുമൊരു ഇഷ്ടമൊന്നുമല്ല. എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ ഇച്ഛായം മാത്രമേ ഉണ്ടാകൂ. പിന്നെ ഇച്ഛായൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഡേവിഡ് മിത്രയോടായി പറഞ്ഞതും അത് ഇഷ്ടപ്പെടാതെ ഡേവിഡിന്റെ കണ്ണിൽ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. ദേവ നോക്ക്, നിന്നെ കയറിപ്പോയ 28 വയസ്സേ ഉള്ളൂ. ഞാനും നീയും തമ്മിൽ 11 വയസ്സിന് വ്യത്യാസമുണ്ട്. അതിനെന്താ, എൻ്റെ അപ്പയും അമ്മയും തമ്മിൽ 15 വയസ്സിന് വ്യത്യാസമുണ്ട്. എന്നിട്ട് അവർ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നില്ലേ? ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് മിത്ര പറഞ്ഞത് കേട്ട് ഡേവിഡ് ഇനി അവൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് അറിയാതെ തലക്ക് കൈ കൊടുത്തിരുന്നു പോയി. ദേവ നോക്ക്, നീ ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. അവസാന ശ്രമം വന്നവണ്ണം ഡേവിഡ് മിത്രയോട് പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, ഈ ചായൻ്റെ ഉള്ളിൽ കോംപ്ലക്സാ. അതുപോലെ തന്നെ വലിയ തറവാടിൽ ഇത്രയും കാലം പണത്തിൻ്റെയും സുഖ സൗകര്യങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ് എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നതല്ലേ ഈ ചായൻ്റെ ഉള്ളിൽ? മിത്ര ഡേവിഡിന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന അവന്റെ കയ്യിൽ പിടിച്ച് ഡേവിഡിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും ഡേവിഡ് മിത്രയുടെ മുഖത്ത് നോക്കി യാദർച്ഛികമായി അതേന്ന് തലയാട്ടി. ആ പെട്ടെന്നാണ് മിത്ര ഡേവിഡിന്റെ കവളിൽ പല്ലുകളായി തീരും. മേലിനിങ്ങനെ വലത് ചിന്തിച്ചു കൂട്ടിയാ നല്ലത് കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. എൻ്റെ കൈ വയ്യാത്തോണ്ടാ, അല്ലെങ്കിൽ ഈ കടിയിൽ നിൽക്കില്ല. മനുഷ്യൻ ജീവിക്കാൻ കുറെ പണവും സുഖസൗകര്യം മാത്രം പോരച്ചായ നമ്മളെ മനസ്സിലാക്കുന്നവർ കൂടെ ഉണ്ടെങ്കിൽ ആർക്കായാലും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. മിത്ര ഡേവിഡിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് അവനോട് കൂടുതൽ ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ദേവ, നീ കുട്ടിയാണ്. ഇപ്പം മനസ്സിലുള്ള അനാവശ്യ ചിന്തകളെല്ലാം ഒഴിവാക്കി നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി സ്വന്തം കാര്യം നിൽക്ക്. ഞാൻ പഠിച്ച് ജോലി വാങ്ങിയാ ഈ ചായനപ്പനെ സ്നേഹിക്കുവോ? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നിനക്ക് കഴിക്കാനെടുക്കാം. മിത്ര പറഞ്ഞത് കേട്ട് ഡേവിഡ് ഒരുവിധം അതും പറഞ്ഞൊപ്പിച്ച് വേഗം റൂമിന് വെളിയിലേക്ക് പോയി. എൻ്റെ ഭഗവാനെ, പോത്തിനോടാണോ ഞാൻ ഇത്രയും നേരം വേദം മോദിയത്? ഡേവിഡ് പോകുന്ന നോക്കി മിത്ര സ്വയം പറഞ്ഞു. അമ്മ, കഴിക്കാനെടുക്ക്. ദേവൻ പുറത്തു പോകാൻ റെഡിയായി ഇറങ്ങി ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ഇപ്പം എടുക്കരപ്പാ. ദേവൻ പറഞ്ഞത് കേട്ട് അതും പറഞ്ഞ് മോഹിനി കിച്ചണിൽ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു. വേഗം കഴിക്കാനെടുക്കാമ്മ, വിശന്നിട്ട് വയ്യ. ദേവൻ വയറുകൊണ്ട് പറഞ്ഞു. ഓ മുന്നാടി എല്ലാമേ ഇരിക്കടാ, ഏത് സാപ്പിടേ. നേരിയതിന്റെ തുമ്പിൽ കൈകൾ തുടിച്ച് മോഹിനി ദേവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മയുടെ കൈകൊണ്ട് വിളമ്പി തന്നെ രുചിയൊന്നും സ്വയം എടുത്ത് കഴിക്കുമ്പോൾ കിട്ടില്ല. ദേവൻ പറഞ്ഞത് കേട്ട് മോഹിനി അവന്റെ തലയ്ക്കൊരു കിഴുക്ക് കൊടുത്തു. കാസ്ട്രോൾ തുറന്ന് അതിൽ നിന്നും പൂട്ടെടുത്ത് ദേവന്റെ മുന്നിലെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തു. അപ്പനെ എവിടെ? അവങ്ങൾ സിറ്റൗട്ടിലിരിക്ക്. ദേവനുള്ള ഭക്ഷണം സെർവ് ചെയ്തുകൊണ്ട് മോഹിനി പറഞ്ഞു. പെട്ടെന്നാണ് ദേവന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. ആ ജീവ, പറയടാ. കോൾ എടുത്തുകൊണ്ട് ദേവൻ പറഞ്ഞതും അപ്പുറത്തുള്ളവർ പറഞ്ഞത് കേട്ട് ദേവൻ ഞെട്ടി കോള് കട്ട് ചെയ്ത് വേഗം വാട്സപ്പ് ഓണാക്കി. കുഞ്ഞി. തലയിലും കയ്യിലും കെട്ടുകളുമായി വെച്ച് പോകുന്ന മിത്രയുടെ ഫോട്ടോ കണ്ടതും ദേവൻ ഞെട്ടലോടെ വിളിച്ചു. ദേവന്റെ മുഖത്തെ ഞെട്ടൽ കണ്ട് സംശയത്തോടെ മോഹിനി ദേവന്റെ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കിയതും അതിലുള്ള മിത്രയുടെ കോലം കണ്ട് അവർ ഞെട്ടി. അയ്യോ എൻ്റെ കുട്ടി, എന്നാച്ച് ദേവാക്ക്? കരച്ചിലോടെ മോഹിനി ദേവനോട് ചോദിച്ചു. ജീവ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ ആക്സിഡന്റ് എന്നാ പറഞ്ഞത്.
അതും കൂടെ കേട്ടതും മിത്രയെ ഓർത്ത് മോഹിനിയുടെ കരച്ചിൽ കൂടിയതും ബഹളം കേട്ട് അയ്യരും ദീക്ഷിത്തും അങ്ങോട്ട് വന്നു. എന്താ ദേവാ? ശരീരത്തിന്റെ തലപ്പ് കൊണ്ട് കണ്ണീരൊപ്പുന്ന മോഹിനിയെ കണ്ട അയ്യർ ദേവനെ നോക്കി ചോദിച്ചതും ദേവനൊന്നും പറയാതെ ഫോണിലുള്ള ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുത്തതും ഇരുവരും ഞെട്ടി. അയ്യോ, മോൾക്ക് എന്ത് പറ്റി? അയ്യർ ആദിയോടെ ചോദിച്ചു. ആക്സിഡന്റ് പറ്റിയതെന്നാ ജീവ ഹോസ്പിറ്റൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. വലിയ കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് എന്ന് ഡിസ്ചാർജായി വീട്ടിൽ പോയി. നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. അത് വേണോ വെച്ചാ? അവൾക്ക് ചിലപ്പോൾ നമ്മൾ വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇനി അവളെ തിരക്കി അങ്ങോട്ട് വരരുതെന്നല്ലേ പറഞ്ഞത്? അയ്യര് പറഞ്ഞു കേട്ട് മിത്രയെ കാണാനുള്ള ആഗ്രഹം ഉള്ളിലൊതുക്കി ദീക്ഷിത് സങ്കടത്തോടെ പറഞ്ഞു. അവൾ അങ്ങനെയൊക്കെ പറയാൻ കാരണക്കാരൻ നമ്മൾ തന്നെയല്ലേ? നമ്മുടെ ഭാഗത്തല്ലായിരുന്നു തെറ്റ് മുഴുവനും. ഈ അവസ്ഥയിൽ അവളെ കണ്ട സ്ഥിതിക്ക് ഒരു നോക്ക് കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടില്ലടാ. വിഷമിച്ച് നിൽക്കുന്ന മോഹിനിയെ നോക്കി അയ്യര് പറഞ്ഞതും ദീക്ഷിത്തും ദേവനും പിന്നെ മറുത്തൊന്നും പറയാന്നതും അവരെല്ലാം ഉടനെ തന്നെ അവിടുന്ന് കുരിശുമുറ്റം വീട് ലക്ഷ്യം വെച്ചിറങ്ങിയിരുന്നു. കിച്ചണിൽ പോയി ഡേവിഡ് എല്ലാ പാത്രങ്ങളും തുറന്നു നോക്കി. ചോറും മോരുകറിയും തോരനും മെഴുക്ക് പുരട്ടിയും പപ്പടം കാച്ചിയത് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് അവർ പോയത്. മിത്രൻ നോൺ വെജ് കഴിക്കാത്തത് കൊണ്ട് ഇപ്പം അവിടെ മീനും ഇറച്ചിയൊന്നും അങ്ങനെ വാങ്ങാറില്ലായിരുന്നു. ഡേവിഡ് വേഗം മിത്രക്ക് കഴിക്കാനുള്ളതെല്ലാം പ്ലേറ്റിലാക്കി ഡാനിയുടെ റൂമിലേക്ക് നടന്നു. ദേവ, ചിന്തിച്ചിരിക്കാതെ കഴിക്ക്. റൂമിലെത്തിയതും ഡേവിഡ് കാര്യമായിട്ടെന്തോ ആലോചിച്ചിരിക്കുന്ന മിത്രയെ കണ്ട് കയ്യിലുള്ള പ്ലേറ്റ് അവളുടെ അരികിലേക്കായി വെച്ച് പറഞ്ഞതും മിത്ര അവനെ കൂർപ്പിച്ച് നോക്കി. കൈ വയ്യാതിരിക്കുന്നത് കണ്ടില്ലേ, പിന്നെ ഞാൻ എങ്ങനെ കഴിക്കാനാ? പ്ലാസ്റ്ററിട്ട വലത് കൈ ഇടത് കൈ കൊണ്ട് ഒടിഞ്ഞു ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് മിത്ര ഡേവിഡിനോടായി പറഞ്ഞു. കൈ വയ്യാത്തതുകൊണ്ട് ആ സ്പൂൺ അതിൽ വെച്ചത്. വേഗം കഴിക്ക് ദേവാ, ഭക്ഷണത്തിന് ശേഷം മെഡിസിൻ ഉണ്ട് കഴിക്കാൻ. സ്പൂൺ കൊണ്ടൊന്നും കഴിക്കാൻ നോക്കില്ല. ഈ ചായ വാരി തന്നാൽ മതി. ഞാൻ വാരത്തില്ല. പിന്നെ നീ കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ, വേണില്ല സ്പൂണിനോട് കഴിച്ചോ. ഈ ചായ വാരി തരാൻ ഞാൻ കഴിക്കത്തില്ല. ഡേവിഡ് പറഞ്ഞത് കേട്ട് മിത്ര മുഖം കൂർപ്പിച്ച് വാശിയോട് പറഞ്ഞു. ദേവ, വെറുതെ വാശി പിടിക്കാതെ കഴിക്ക്. ഇല്ല. മിത്ര വാശിയോടെ മുഖം തിരിച്ചിരുന്നതും ഒടുക്കം അവളുടെ വാശിക്ക് മുമ്പിൽ ഡേവിഡിന് തോൽവി സമ്മതിച്ച് കൊടുക്കേണ്ടി വന്നു. കുരിശുമുറ്റത്തെത്തിയതും വണ്ടി നിർത്തി അവരെല്ലാവരും ഇറങ്ങി. കാറിന്റെ സൗണ്ട് കേട്ടിട്ടും ആരും ഇറങ്ങി വരാത്തത് കണ്ട് അവരൊന്ന് സംശയിച്ചുവെങ്കിലും മെയിൻ ഡോർ തുറന്നിട്ടിരിക്കുന്നത് കണ്ട് അവരുള്ളിലേക്ക് കയറി. റൂമിൽ നിന്നും മിത്രയുടെ സൗണ്ട് കേട്ട് അങ്ങോട്ട് നടന്ന് അവർ കാണുന്നത് മിത്രയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന ഡേവിഡിനെയും അവനെ തന്നെ നോക്കി ഏതോ ലോകത്തുനിന്ന് പോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന മിത്രയെയാണ്. എനിക്ക് മതി. ഡേവിഡ് വാരിത്തരുന്ന ഓരോ ഉരുള കഴിക്കുമ്പോഴും സന്തോഷം കൊണ്ട് മിത്രയുടെ മനസ്സും വയറും നിറഞ്ഞിരുന്നു. മതി ചായ. മിത്ര ഡേവിഡിന്റെ കൈ തടഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ കണ്ണുരുട്ടി നോക്കിയതും മിത്ര വേഗം വാ തുറന്നു കൊടുത്തു. അവസാന ഉരുളയും മിത്രക്ക് കൊടുത്ത് വെള്ളവും നൽകി അവിടുന്ന് എണീറ്റപ്പോഴാണ് ഡേവിഡ് അവരെ തന്നെ നോക്കി വാതിൽക്കലിന്റെ അടുത്തായി നിൽക്കുന്ന മിത്രയുടെ വീട്ടുകാരെ കണ്ടത്. ഡേവിഡിന്റെ നോട്ടം കണ്ട് വാതിലിന്റെ അടുത്തേക്ക് നോക്കിയ മിത്രയുടെ മുഖം ഇരുണ്ടുവെങ്കിലും മോഹിനിയെ കണ്ടതും അവളുടെ മുഖം വിടർന്നു. അമ്മ. മോഹിനിയെ കണ്ടതും അവൾ സന്തോഷത്തോടെ വിളിച്ചതും അവര് വേഗം ഓടി വന്ന് അവളുടെ അടുത്തായിരുന്നു. എന്നാച്ച് കണ്ടേ ഉനക്ക്? മിത്രയുടെ കയ്യിലെയും തലയിലെയും കെട്ടിൽ നോക്കി മോഹിനി ആദിയോട് ചോദിച്ചു. ഒന്നുമില്ലമ്മ, ശരിന്ന് ചെറുതായൊന്ന് വീണതാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇളിച്ചുകൊണ്ട് മിത്ര മോഹിനിയെ നോക്കി പല്ലിളിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവരെ കൂർപ്പിച്ചു നോക്കി. അറിയാതെ പോലും മിത്രയുടെ നോട്ടം അവളുടെ അപ്പയിലേക്കും ഏട്ടന്മാരിലേക്കും പോകുന്നില്ലെന്ന് ഡേവിഡ് ശ്രദ്ധിച്ചു. മോഹിനിയോട് വാതോരാതെ സംസാരിച്ചിരിക്കുന്ന മിത്രയെ നോവോടെ നോക്കി നിൽക്കുന്നവരെ കണ്ട് ഡേവിഡിന് സഹതാപം തോന്നിയെങ്കിലും ഈ ഒരവസ്ഥ അവരായിട്ടുണ്ടാക്കിയതാണെന്ന് ആലോചിച്ചപ്പോൾ ഡേവിഡിനുള്ളിൽ നാമിട്ട് സഹതാപം കെട്ടടങ്ങി. എന്നാൽ വീട്ടിലേക്ക് വന്ന അതിഥികളായതുകൊണ്ട് അവരോട് ഇരിക്കാൻ പറഞ്ഞ് ഡേവിഡ് മിത്രയ്ക്ക് ഭക്ഷണം കൊടുത്ത പാത്രങ്ങൾ ഇവിടുത്തെ കിച്ചണിലേക്ക് പോയി. മോൾക്ക് എന്താ പറ്റിയത്? ഡേവിഡ് കൊടുത്ത ജ്യൂസ് ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് മടിച്ച് അയ്യർ അവനോട് ചോദിച്ചു. സ്റ്റെയറിൽ നിന്ന് വീണത് തന്നെയാണ്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. താനൊന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല, ദേവ തനിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ലീവ് എടുത്തു. തനിക്ക് ബുദ്ധിമുട്ടായോ? ഒരിക്കലുമില്ല. ഇപ്പം അവളെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. അത് മാത്രമല്ല, അവളിപ്പോൾ ഞങ്ങളിലൊരാൾ തന്നെയാണ്. ഡേവിഡിൻ്റെ മറുപടി അയ്യർക്കും ദീക്ഷിതനും നല്ലതുപോലെ ആശ്വാസം നൽകി. അവർ പോകുവോളം മനഃപൂർവ്വം മിത്രയുടെ ഒരു നോട്ടം പോലും അവരിലേക്ക് പാറി വീണില്ല. മിത്രയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നത് കൊണ്ട് അവർ അവളോട് പിന്നെ ഒന്നും പറയാൻ പോയില്ല. എന്നാലും ദേവ, നീ ചെയ്തേ മോശമായി. ഒന്നുമില്ലെങ്കിലും അവർ നിന്റെ അപ്പനും ഏട്ടന്മാരും ഇല്ലേ? അവരൊക്കെ പോയതും ഡേവിഡ് മിത്രയോടായി പറഞ്ഞു. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല ചായ. ഏതായാലും ഞാൻ അനുഭവിച്ചതിൻ്റെ പകുതി വേദന പോലും ഇല്ല ഇപ്പം അവരനുഭവിക്കുന്ന വേദനയ്ക്ക്. തല വല്ലാതെ ഇളക്കാതെ പോയി കിടന്നോ.
അത് പറഞ്ഞ് ഡേവിഡ് പോകാൻ നിന്നതും മിത്ര അവനെ വിളിച്ചു. എന്താ ദേവ? അവളുടെ വിളി കേട്ട് ഡേവിഡ് സംശയത്തിൽ ചോദിച്ചു. അത് എന്നെ നിന്റെ റൂമിലാക്കി തരുമോ? എന്തിന്? ഇപ്പം ഈ റൂമിൽ കിടന്നാൽ മതി. പറ്റില്ല, എനിക്ക് എൻ്റെ റൂമിൽ പോകണം. എന്നെ കൊണ്ടാക്കിത്താ. അതിന് നിന്റെ കാലിന് പ്രശ്നമൊന്നുമില്ലല്ലോ. മിത്രയെ അടിപൊളി നോക്കിക്കൊണ്ട് ഡേവിഡ് ചോദിച്ചു. മരുന്ന് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു, നല്ല ക്ഷീണം, അതുകൊണ്ടാ ഞാൻ എന്നോട് സഹായം ചോദിച്ചത്. മിത്ര ഇല്ലാത്ത ആവശ്യത്തെ മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞതും ഡേവിഡോടെ സൂക്ഷിച്ചു നോക്കി. പ്ലീസ്. മിത്ര ദയനീയതയോടെ ചുണ്ട് ചുളുക്കിക്കൊണ്ട് പറഞ്ഞതും ഡേവിഡ് അവളെ നോക്കിയൊന്ന് തറപ്പിച്ച് മൂളി ഉടുത്തിരുന്ന മുണ്ടും മടക്കി കുത്തി മിത്രയെ കയ്യിൽ കോരിയെടുത്തതും മിത്ര ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ച് ക്ഷീണം മുഖത്ത് വാരി വിതറി വലത് കൈ കൊണ്ട് ഡേവിഡിന്റെ കഴുത്തിലൂടെ ഇട്ട് അവനെ ഷോൾഡറിൽ പിടിമുറുക്കി അവനെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു. ഷോ, ഇത്തിരി വേദന സഹിച്ചാലെന്താ? ഇതുപോലെ ഇങ്ങനെ കിടക്കാൻ പറ്റിയല്ല എൻ്റെ മഹാദേവ. മിത്ര ഡേവിഡിന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി മനസ്സിൽ പറഞ്ഞു. അവന്റെ നെഞ്ചിൽ കിടക്കുന്ന പൊന്നിൻ കുരിശ് ചെയിൻ കണ്ടതും മിത്രക്ക് ആ കുരിശിൽ ചുണ്ടുകൾ കേൾക്കാൻ തോന്നിയതും ഉള്ളിൽ ആഗ്രഹത്തെ കടിഞ്ഞാനിട്ട് നിർത്തി വെച്ചു. അവൾ ജംഗ്ഷനിൽ ബസ് നിർത്തിയത് രാധ വേഗം എടുത്ത് തോളിലിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കി. സമയം 6 കഴിഞ്ഞത് കൊണ്ട് തന്നെ ജംഗ്ഷനിൽ അത്യാവശ്യം ആളുകളുണ്ട്. രാധ തന്നെ നോക്കി ചിരിക്കുന്നവർക്ക് തിരിച്ച് പുഞ്ചിരി നൽകി മുന്നോട്ട് നടന്നു. അവിടുന്ന് വീട്ടിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൾ ഓട്ടോ വിളിക്കാതെ മുന്നിലുള്ള പോക്കറ്റ് റോഡിലൂടെ മുന്നോട്ട് നടന്നു.